Hello friends, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2015 പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 41 ടു ക്വസ്റ്റ്യൻ നമ്പർ 16. ഇതുവരെയായിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും കാര്യമാണെങ്കിൽ ചാനലിൽ കമന്റ് ചെയ്യുക. ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 41. There is a parliamentary system of government in India because Lok Sabha is elected directly by the people. Parliament can amend the constitution. Rajya Sabha cannot be dissolved. Council of Ministers is responsible to the Lok Sabha. സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 2017 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പാർലമെന്ററി സിസ്റ്റത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. അതാണ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. എക്സിക്യൂട്ടീവ്സിന് എപ്പോഴും ലെജിസ്ലേച്ചറിൽ ഒരു റെസ്പോൺസിബിലിറ്റി കാണാൻ പറ്റും. ആ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ലോക്സഭയിലേക്കായിരിക്കും. 41 ഓപ്ഷൻ ഡി, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ലോക്സഭ. 42. H1N1 virus is sometimes mentioned in the news with reference to which one of the following disease? AIDS, bird flu, dengue, swine flu. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. H1N1 ആ സമയത്ത് 2015-14 സമയത്ത് ഒരുപാട് ന്യൂസിലുണ്ടായിരുന്നു. സ്വൈൻ ഫ്ലൂ ആണ്. പിഗ്സിൽ നിന്നാണ് നമുക്ക് ഇത് മെയിൻ ആയിട്ട് വരുന്നത്. ഹ്യൂമൻസിന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻസിന് ക്യാച്ച് ചെയ്യുന്നത് കൂടുതലും പിഗിൽ നിന്നായിരിക്കും വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ H1N1 ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ സ്വൈൻ ഫ്ലൂ എന്താണ്? ഇതൊരു ഇപ്പോൾ ഉള്ളത് COVID-19 പോലെ ഇതൊരു റെസ്പിറേറ്ററി ഡിസീസ് ആണ്. ഓക്കെ, റെസ്പിറേറ്ററി ഡിസീസ് ആണ്. ഇത് പിഗിൽ നിന്നാണ് നോർമലി മനുഷ്യരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിഗ്സിൽ നിന്ന് ഹ്യൂമൻസിലേക്കും ഹ്യൂമൻസിൽ നിന്ന് പിഗ്സിലേക്കും രണ്ട് രീതിയിൽ പോകാറുണ്ട്. പിന്നെ ഇതിന്റെ സിംറ്റംസ് കാണാൻ ഏകദേശം ഒരു 7 days വരെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു COVID-19 ഒക്കെ സ്പ്രെഡ് ആവുന്നത് പോലെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു അസുഖമാണ് സ്വൈൻ ഫ്ലൂവും. H1N1 സ്വൈൻ ഫ്ലൂ ആണ്. ഓക്കെ, ഭയങ്കര ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് UPSC ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മിസ് ആവാതിരിക്കുക. ഓക്കെ, 43rd question. With reference to biotoilets used by Indian Railways, consider the following statements. The decomposition of human waste in the biotoilets is initiated by a fungal inoculum. Ammonia and water vapor are the only end products in this decomposition which are released into the atmosphere. റിലേറ്റീവ്ലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് അമോണിയ ആൻഡ് വാട്ടർ വേപ്പർ ആർ ദ ഓൺലി എൻ പ്രോഡക്ട്സ് എന്നാണ്. ഓക്കെ, എൻ പ്രോഡക്ട്സ് ഒരു ട്രേസ് എമൗണ്ട് വേറെ ഏതെങ്കിലും എൻ പ്രോഡക്റ്റ് വന്നാൽ തന്നെ, ഓക്കെ, ട്രേസ് എമൗണ്ടിൽ വേറെ ഏതെങ്കിലും ഒരു എൻ പ്രോഡക്റ്റ് വന്നാൽ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഇൻവാലിഡ് ആയി. അപ്പോൾ ട്രേസ് എമൗണ്ടിൽ വേറൊരു എൻ പ്രോഡക്റ്റ് വരാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. ഓക്കെ, ആ ഒരു ബേസിക് ഇൻഫർമേഷൻ അല്ല ബേസിക് ലോജിക്ക് വെച്ചിട്ട് ഇത് എലിമിനേറ്റ് ചെയ്യാം. ട്രേസ് എമൗണ്ടിലല്ല ലാർജ് സ്കെയിലിൽ മീഥെയിൻ പോലെയുള്ള എൻ പ്രോഡക്ട്സ് വരാറുണ്ട്. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫംഗൽ ഇനോക്കുലം അല്ല, പകരം ബാക്ടീരിയൽ ആയിട്ടുള്ള ഡീകമ്പോസിഷൻ വഴിയാണ് ബയോ ടോയ്ലറ്റ്സ് വർക്ക് ചെയ്യുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. 43 ഓപ്ഷൻ ഡി. 44. The problem of international liquidity is related to the non-availability of goods and services, gold and silver, dollars and other hard currencies, exportable surplus. ഇന്റർനാഷണൽ ലിക്വിഡിറ്റിയിൽ ലിക്വിഡിറ്റി ക്രൈസിസ് വരുന്നത് എപ്പോഴും എന്താണ്? കയ്യിൽ കറൻസീസ് ഇല്ലാത്തപ്പോഴാണ്. ലിക്വിഡിറ്റി ക്രൈസിസ്, കറൻസി ഇല്ലാത്തപ്പോഴാണ് ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അത് ട്രേഡിനെ ബാധിക്കും. ട്രേഡ് നടത്താൻ പറ്റില്ല. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ ബാധിക്കും. ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിനെ മൊത്തത്തിൽ ഇമ്പാക്ട് ചെയ്യും. ഓക്കെ, ഗ്ലോബൽ സപ്ലൈ ചെയിനെ മൊത്തത്തിൽ ഇമ്പാക്ട് ചെയ്യും. അപ്പോൾ ഇത് കറൻസീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മേജർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെക്കാനിസം ആണ് ഡോളർ. അപ്പോൾ അതുകൊണ്ടാണ് ഡോളേഴ്സ് ആൻഡ് അതർ ഹാർഡ് കറൻസീസ് എന്ന് പറയുന്നത്. 44 ഓപ്ഷൻ സി. 45. With reference to fuel cells in which hydrogen-rich fuel and oxygen are used to generate electricity, consider the following statements. If pure hydrogen is used as a fuel, then fuel cell emits heat and water as byproducts. Fuel cells can be used for powering buildings and not for small devices like small laptop computers. Fuel cells produce electricity in the form of alternating current. Direct question ആണ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഒരു ബേസിക് ലോജിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഭയങ്കര എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫ്യൂവൽ സെൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പവറിംഗ് ബിൽഡിംഗ്സ് ആൻഡ് നോട്ട് ഫോർ സ്മോൾ ഡിവൈസസ്. ബിൽഡിംഗ് പോലെയുള്ള ഡിവൈസസിനെ പവർ ചെയ്യാൻ ഫ്യൂൽ സെൽസിന് പറ്റുമെങ്കിൽ സ്മോൾ ഡിവൈസിന് എന്തുകൊണ്ട് പറ്റത്തില്ല? അപ്പോൾ അതൊരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബിയും ഡി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എയ്തർ വൺ എന്തായാലും ശരിയാണെന്ന് മനസ്സിലായി. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഫ്യൂൽ സെൽസ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഇൻ ദ ഫോം ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്.
ഫ്യൂവൽ സെൽസ് DC ആയിട്ടാണ്, ഡയറക്റ്റ് കറണ്ട് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് കറണ്ടിന് വേരിയേഷൻ ഉണ്ടാവില്ല. 45 ഓപ്ഷൻ എ. 46 കലംകാരി പെയിന്റിംഗ് റെഫേഴ്സ് ടു. കലംകാരി പെയിന്റിംഗ് NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്, NCERT ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. NCERTക്ക് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1-2-3 ടെക്സ്റ്റുകളുണ്ട്. അതിലൊരു ടെക്സ്റ്റിൽ കൃത്യമായിട്ട് അതിന്റെ പല പല ക്ലാസിഫിക്കേഷൻസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിലുള്ള ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ആണ്. അത് ഹാൻഡ് പെയിന്റഡ് കോട്ടൺ ടെക്സ്റ്റൈൽ ആണ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എഴുതാൻ. 46 ഓപ്ഷൻ എ ആണ്. കലംകാരിയെ കുറിച്ച് NCERT പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡൻസും അതിന്റെ ഡീറ്റെയിൽസും ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പല ടൈപ്പ് സ്റ്റൈൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മസൂലിപട്ടണം സ്റ്റൈലുണ്ട്, ശ്രീകലഹസ്തി സ്റ്റൈലുണ്ട്. ഇതെല്ലാം ആന്ധ്രാപ്രദേശിലെ പല പല വേരിയേഷൻസ് ആണ്, കലംകാരിയുടെ പല പല വേരിയേഷൻസ് ആണ്. 46 ഓപ്ഷൻ എ. 47 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സീഡ് വില്ലേജ് കൺസെപ്റ്റ്. അപ്പൊ ഇവിടെയും ഒരു വേർഡ് ആണ് തന്നിരിക്കുന്നത്. ഈ വേർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? സീഡ് വില്ലേജ് എന്നൊരു ഐഡിയ ആണ് തരുന്നത്. ഓക്കെ, അപ്പൊ സീഡ് വില്ലേജ് എന്ന് പറയുമ്പോൾ ആ വില്ലേജിൽ മൊത്തം സീഡ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ആ വില്ലേജിലെ സീഡ്സിന്റെ അറേഞ്ച്മെന്റിന് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സീഡ്സിന്റെ അറേഞ്ച്മെന്റിന് ഒരു കമ്മ്യൂണിറ്റി ലെവൽ ഓർഗനൈസേഷൻ ഉണ്ടെന്നോ, അങ്ങനെയൊക്കെ മീനിങ്സ് ആവാം. അപ്പം സീഡ്സിനെ കുറിച്ച് നമ്മൾ മെയിൻസിൽ അല്ലെങ്കിൽ പേപ്പറിൽ വായിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് സീഡിന്റെ അവൈലബിലിറ്റി കുറവാകുന്നത് ഫാർമേഴ്സിനെ ഒരുപാട് ബാധിക്കുന്നു കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സീഡിന്റെ അൺഅവൈലബിലിറ്റി ബാധിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സീഡ് വില്ലേജസ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ച് പേരെ ഉള്ളെങ്കിൽ അത് പലർക്കും യൂസ്ഫുൾ ആകാൻ സഹായിക്കും. അപ്പോൾ ഫാർമേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ നോക്കുക. എൻകറേജിങ് ദ ഫാർമേഴ്സ് ടു യൂസ് ദെയർ ഓൺ ഫാം സീഡ്സ് ആൻഡ് ഡിസ്കറേജിങ് ദം ടു ബൈ ദ സീഡ്സ് ഫ്രം അതേഴ്സ്. ഒരാൾ സെൽഫ് റിലയന്റ് ആവാനുള്ള സാധ്യത കുറവാണ്, പക്ഷെ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ അത് ഷെയർ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ എന്തായാലും ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ബി നോക്കിക്കേ. ഇൻവോൾവിംഗ് ദ ഫാർമേഴ്സ് ഫോർ ട്രെയിനിങ് ഇൻ ക്വാളിറ്റി സീഡ് പ്രൊഡക്ഷൻ ആൻഡ് ദെയർബൈ ടു മേക്ക് അവൈലബിൾ ക്വാളിറ്റി സീഡ്സ് ടു അതേഴ്സ് അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം ആൻഡ് അഫോർഡബിൾ കോസ്റ്റ്. അഫോർഡബിൾ കോസ്റ്റിൽ ടൈം ബേസിസ് ആയിട്ട് ക്വാളിറ്റി സീഡ്സ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓവറോൾ അഗ്രികൾച്ചർ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓവറോൾ അഗ്രികൾച്ചർ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഓവറോൾ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് നേഷന്റെ ഡെവലപ്മെന്റിനെ ഒരുപാട് സഹായിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ഒരു പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓപ്ഷൻ സി, ഇയർ മാർക്കിംഗ് സം വില്ലേജസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സർട്ടിഫൈഡ് സീഡ്സ്. അപ്പോൾ ബാക്കി വില്ലേജസ് എന്ത് ചെയ്യും? ബാക്കി വില്ലേജസ് ഇവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് എന്താണ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഓപ്ഷൻ ഡി, ഐഡന്റിഫൈങ് ദ ഓൺടർപ്രണേഴ്സ് ഇൻ വില്ലേജ് ആൻഡ് പ്രൊവൈഡിങ് ദം ടെക്നോളജി ആൻഡ് ഫിനാൻസ് ടു സെറ്റപ്പ് സീഡ് കമ്പനീസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വേർഡിൽ ക്വസ്റ്റ്യനിൽ എന്തുണ്ടായേനെ, ഒരു സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷനിൽ ഉണ്ടായേനെ. ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. സ്റ്റാർട്ടപ്സിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, സീഡ് റിലേറ്റഡ്. അപ്പൊ അവിടെ എന്ത് വരുന്നില്ല, അഫോർഡബിൾ കോസ്റ്റോ അല്ലെങ്കിൽ ടൈം ബേസ് ആയിട്ടോ കൊടുക്കാം എന്നുള്ളൊരു ഡെഫിനിഷൻ ഒന്നും വരുന്നില്ല. ഏറ്റവും നല്ല ഡെഫിനിഷൻ ഓപ്ഷൻ ബി ആണ്, സീഡ് വില്ലേജ് കൺസെപ്റ്റിന്റെ ഓപ്ഷൻ ബി. 48. There has been a persistent deficit budget year after year. Which of the following actions can be taken by the government to reduce the deficit? 2016 ഡിസ്കഷൻ വന്നപ്പോൾ ഈ ഒരു സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നതാണ്. ഡെഫിസിറ്റ് കുറയ്ക്കാൻ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാം? ഡെഫിസിറ്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇൻകം ഇൻക്രീസ് ചെയ്യിക്കാം, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യിക്കാം. ഓക്കെ, എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എക്സ്പെൻഡിച്ചർ കൂട്ടുന്ന ഓപ്ഷനാണ്. ഓക്കെ, അത് ഡെഫിസിറ്റ് കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ 1 ഉണ്ട്, 2 ഇല്ല. അങ്ങനെയുള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. ഇനി തേർഡിലേക്ക് നോക്കുക. റാഷണലൈസിങ് സബ്സിഡീസ് റാഷണലൈസ് ചെയ്താൽ എന്ത് സംഭവിക്കും? എക്സ്പെൻഡിച്ചർ കുറയും. അപ്പോൾ 1ഉം 3ഉം എന്താണ്? ആൻസർ ആണ് 48 ഓപ്ഷൻ എ. 49. Which of the following has or have been accorded geographical indication status? Banaras brocades and saris, രാജസ്ഥാനി ഡാൽ ബാട്ടി ചൂർമ, തിരുപ്പതി ലഡു. അപ്പം പൊതുവേ നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് ഉണ്ടാവാനാണ് സാധ്യത, അല്ലെങ്കിൽ ഇൻ വെയിറ്റിംഗ് ആയിരിക്കും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ട്? ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് ഉണ്ട്. രാജസ്ഥാനി ഡാൽ ബാട്ടി ചൂർമ ഒരു ഫുഡ് ഐറ്റം ആണ്. അതിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല, പക്ഷെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല ചിലപ്പോൾ. തിരുപ്പതി ലഡുവിന് ഉണ്ടെന്ന് അറിയാമെങ്കിലും
തിരുപ്പതി ലഡുവിനും ബനാറസിനും ഉണ്ടെന്ന ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ 1 and 3, 1, 2 and 3 നമുക്ക് കൺഫ്യൂഷൻ വരും. രാജസ്ഥാനി ഡാൽ ബറ്റി ചോർമയ്ക്ക് ആക്ച്വലി ജോഗ്രഫിക് ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് ഇല്ല. ഓക്കെ, 1 and 3 ആണ് കറക്റ്റ് ആൻസർ. 50th ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി കുറിച്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? ഇറ്റ് ഈസ് എ പബ്ലിക് ലിമിറ്റഡ് ഗവൺമെന്റ് കമ്പനി. ഇറ്റ് ഈസ് എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ഒരു ഗവൺമെന്റിന്റെ വിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് അണ്ടർ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി. അതൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്, അതൊരു പബ്ലിക് ലിമിറ്റഡ് ഗവൺമെന്റ് കമ്പനിയാണ്. രണ്ടും കറക്റ്റ് ആണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്, NBFC ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. 50 ഓപ്ഷൻ സി. 51 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജൻധൻ യോജന എന്തിനു വേണ്ടി വന്നിരിക്കുന്നു? ഓക്കെ, ഇതൊന്നും നിങ്ങൾ ഓപ്ഷൻസ് പോലും നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരാം. ജൻധൻ യോജനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്സ് കൊണ്ടുവരിക, അതുവഴി എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ജൻധൻ യോജനയുടെ അല്ലെങ്കിൽ ജൻധൻ ബാങ്ക് അക്കൗണ്ട്സിന്റെ ലക്ഷ്യം. അല്ലാതെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് മാത്രം ഹെൽപ്പ് കൊടുക്കുക എന്നല്ല, അല്ലെങ്കിൽ വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് ഹെൽപ്പ് കൊടുക്കുക എന്നല്ല, പ്രൊവൈഡിങ് ഹൗസിംഗ് ലോൺ ടു പുവർ പീപ്പിൾ, അതൊന്നും അല്ല. ജൻധൻ യോജനയുടെ ആവശ്യം ബാങ്ക് അക്കൗണ്ട്സ് കൊടുക്കുക, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യുക. 51 ഓപ്ഷൻ സി. 52 with reference to 14th Finance Commission, which of the following statements is or are correct? It has increased the share of states in the central divisible pool from 32 to 40%, 42%. It has made recommendations concerning sector specific grants. Sector specific grants എന്ന് പറയുമ്പോൾ ഹെൽത്ത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഓരോ സെക്ടേഴ്സ് ആണ്. ആ സെക്ടറിനൊക്കെ സ്പെസിഫിക് ആയിട്ട് എത്ര ഗ്രാന്റ് കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ ആണ് സെക്ടർ സ്പെസിഫിക് ഗ്രാന്റ്സ് പറയുന്നത്. അത് 14th ഫിനാൻസ് കമ്മീഷനിൽ പറയുന്നില്ല, പക്ഷേ 15th ഫിനാൻസ് കമ്മീഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, റീസെന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസിൽ 15th ഫിനാൻസ് കമ്മീഷൻ സെക്ടർ സ്പെസിഫിക് റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 14th 15th കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 15th ഫിനാൻസ് കമ്മീഷൻ ആയിരിക്കും. 14th ഫിനാൻസ് കമ്മീഷനിലാണ് 42% ആക്കി മാറ്റിയത്. ഓക്കെ, 14th ഫിനാൻസ് കമ്മീഷൻ 32-ൽ നിന്ന് 42% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 15th ഫിനാൻസ് കമ്മീഷൻ 42-ൽ നിന്ന് 41%ലേക്ക് ഡിക്രീസ് ചെയ്യിച്ചു. കാരണം എന്താണ്? ജമ്മു ആൻഡ് കാശ്മീർ ഒരു സ്റ്റേറ്റിൽ നിന്ന് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറി. അപ്പോൾ ആ യൂണിയൻ ടെറിട്ടറിയുടെ ഹെൽപ്പും കൂടെ, യൂണിയൻ ടെറിട്ടറിക്ക് വേണ്ടിയുള്ള ഡിവിസിബിൾ പൂള് അതിനകത്ത് ചെറുതായിട്ടൊരു കുറവ് വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടും കമ്പൈൻ ചെയ്ത് പഠിക്കുക. 14th കൂടുതൽ ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് 15th ഫിനാൻസ് കമ്മീഷനാണ്. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇല്ല. 15th ഫിനാൻസ് കമ്മീഷൻ ആയിരുന്നെങ്കിൽ 42-ൽ നിന്ന് 41-ലേക്കും കുറഞ്ഞേനെ, അത് സെക്ടർ സ്പെസിഫിക് ഗ്രാന്റ്സ് കൊടുക്കുന്നു ആയിരുന്നു. 52 ഓപ്ഷൻ എ. 53 the Fortaleza declaration recently seen in the news is related to the affairs of ASEAN, BRICS, OECD, WTO. Fortaleza declaration 2014 അറൌണ്ട് വന്നിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആണ്. ബ്രിക്സുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കേട്ടിട്ടുള്ളതാണ്. ബ്രസീൽ ഒരു സ്ഥലമാണ് ഫോർട്ടലേസ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആണ്. ഓക്കെ, റീസെന്റ് ആയിട്ടുള്ള ബ്രിക്സിന്റെ ഡിക്ലറേഷൻസ്, ഒന്ന് സിയാമൻ ഡിക്ലറേഷൻ, അതുപോലെ രണ്ടാമത്തത് ജോഹാനസ്ബർഗ് ഡിക്ലറേഷൻ. ഓക്കെ, 53 ഓപ്ഷൻ ബി. 54 a decrease in tax to GDP ratio of a country indicates which of the following? Slowing economic growth rates, less equitable distribution of national income. A decrease in tax to GDP ratio എന്ന് പറയുമ്പോൾ ടാക്സ് ടു GDP ratio മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കുറവ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആ കുറവ് വരുന്നതിന്റെ ഇൻഡിക്കേഷൻസ് ഏതൊക്കെയാണ്? സ്ലോയിങ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ആണോ, അതുപോലെ ലെസ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണോ? ടാക്സ് ടു GDP റേഷ്യോയിൽ ഒരു കുറവ് വരുന്നതെന്ന് പറയുമ്പോൾ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുക? ടാക്സ് പേ ചെയ്യുന്ന അളവ് കുറയും. ടാക്സ് പേ ചെയ്യുന്ന അളവ് കുറയുന്നുണ്ട്, ടാക്സ് പേയ്മെന്റ് കുറയും. അപ്പോൾ അത് ടാക്സ് ഇവേഷൻ കൊണ്ടാവാം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവാം. ടാക്സ് ഇവേഷൻ പോലെയുള്ള ഇല്ലീഗൽ മെക്കാനിസം വഴിയും ടാക്സ് പേയ്മെന്റ് കുറയാം. പക്ഷെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ടാക്സ് ബേസ് കുറയാം. ഓക്കെ, ടാക്സ് ബേസ് കുറയുന്നതിന്റെ കാരണം എന്താണ്? മൊത്തത്തിൽ എംപ്ലോയ്മെന്റ് കുറയാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ എംപ്ലോയ്മെന്റ് കുറയുന്നതനുസരിച്ച് എക്കണോമിക് ഗ്രോത്ത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഒരു സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ 1 ഒരു സാധ്യതയുണ്ട്. സെക്കൻഡ്, ലെസ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ലെസ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം വളരെ കുറച്ച് പെർസെൻറ്റേജ് പോപ്പുലേഷൻ മാത്രമേ ഓൾറെഡി ടാക്സ് അടയ്ക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു ലെസ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, അത് നമുക്ക് ആ ഒരു എത്രത്തോളം ആൾക്കാർ ടോട്ടൽ ടാക്സ് ടു GDP റേഷ്യോ എത്ര പെർസെന്റ് ആണെന്ന് വെച്ചിട്ട് അതിൽ എത്ര ശതമാനം ആൾക്കാർ എത്രത്തോളം ടാക്സ് പേ ചെയ്തു, അല്ലെങ്കിൽ ഹൈ ടാക്സ് പേ ചെയ്തവർ എത്ര ശതമാനമാണ്,
അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ടാക്സ് ടു ജി ഡി പി റേഷ്യോയിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ആ ലെസ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. 54 ഓപ്ഷൻ എ. 55. In the South Atlantic and Southeastern Pacific regions in tropical latitudes, cyclone does not originate. What is the reason? ഓക്കെ, അപ്പം നമുക്ക് ഇന്ത്യയുടെ കേസ് വെച്ചെടുക്കാം. ഇന്ത്യയുടെ കേസ് വെച്ചിട്ട് ഈ ഒരു ബേ ഓഫ് ബംഗാൾ റീജിയൻ അല്ലെങ്കിൽ അറേബ്യൻ സീയിലൊക്കെ ഏറ്റവും കൂടുതൽ സൈക്ലോൺസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു ഒക്ടോബർ സമയത്താണ്. സെപ്റ്റംബർ ടു ഒക്ടോബർ സമയത്താണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സൈക്ലോൺസ് ഉണ്ടാവുന്നത്. സൈക്ലോൺസ് മോസ്റ്റ്ലി ഹൈ ആവുന്നു ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ITCZ എവിടെ ആയിരിക്കും? ITCZ ട്രോപ്പിക് ഓഫ് ITCZന്റെ നോർമൽ ലൊക്കേഷൻ ഇക്വേറ്ററിലായിരിക്കും. നോർമൽ ടൈമിലുള്ള ലൊക്കേഷനാണ് അത്. ITCZ മുകളിലേക്ക് നോർത്ത് വേർഡ് ഷിഫ്റ്റ് നടക്കും. ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെ നടക്കും. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അത് കഴിഞ്ഞിട്ട് താഴോട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെ എന്ത് പോകും? ITCZ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ITCZന്റെ പാത്താണ് ഈ പറയുന്നത് കാണിച്ചേക്കുന്നത്. സണ്ണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്നതിനനുസരിച്ച് ITCZ മുകളിലേക്ക് പോകും. ITCZ മുകളിലേക്ക് പോയി സണ്ണ് താഴോട്ട് വരുന്നതിനനുസരിച്ച് ITCZ താഴോട്ട് വരും. ITCZ താഴോട്ട് വരുന്ന സമയം അതൊരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്തേക്ക് ചെന്നൈ സൈഡിലൊക്കെ ഒരുപാട് സൈക്ലോൺസ് വരും. ഓക്കെ, അപ്പോൾ ITCZന്റെ എഫക്റ്റ് വരുമ്പോൾ ആ ഒരു റീജിയൻ ഭയങ്കര ലോ പ്രഷർ ആയിരിക്കും. ലോ പ്രഷർ ആവുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? കൺവെക്ഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. കൺവെക്ഷൻ ഭയങ്കര ഹൈ ആവുന്നത് കൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയിട്ട് വരുന്നൊരു സമയമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാവും? ടെമ്പറേച്ചർ പെട്ടെന്ന് ഹൈ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി സൈക്ലോൺസ് ഡൈനാമിക്കലി ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് മോസ്റ്റ് സ്യൂട്ടബിൾ. ITCZ കാര്യമായിട്ട് ഒക്കെ ചെയ്യാത്തത് കൊണ്ടാണ് സൗത്ത് അറ്റ്ലാന്റിക്കിലും സൗത്ത് ഈസ്റ്റേൺ പസഫിക് റീജിയൻസിലും സൈക്ലോൺ ഒറിജിനേറ്റ് ആവാത്തത്. അപ്പോൾ ഓപ്ഷൻ സി കൊറിയോളിസ് ഫോഴ്സ് ഇസ് ടു വീക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ട്രോപ്പിക്കൽ റീജിയനിൽ കൊറിയോളിസ് ഫോഴ്സ് വീക്ക് അല്ല, അത് ഇക്വേറ്ററിലാണ് വീക്ക് ആവുന്നത്. ആബ്സെൻസ് ഓഫ് ലാൻഡ് ഇൻ ദോസ് റീജിയൻ. ആബ്സെൻസ് ഓഫ് ലാൻഡ് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. ആബ്സെൻസ് ഓഫ് ലാൻഡിൽ ട്രോപ്പിക്കൽ സൈക്ലോൺ കൂടുതൽ ഒറിജിനേറ്റ് ആവാനാണ് സാധ്യത. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനും ഇതിനകത്ത് പറ്റും. 55 ഓപ്ഷൻ ബി ബോക്സ്. 56 വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻഡിക്കേറ്റ്സ് ഈസ്റ്റേൺ മോസ്റ്റ് ആൻഡ് വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അരുണാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ്. ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ്. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു മാപ്പ് ജനറലി വരുന്നത്. ഈ ജനറലി വരുമ്പോഴും ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് അരുണാചൽ പ്രദേശ്, അരുണാചൽ. അതുപോലെ വെസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗുജറാത്ത്. ഓക്കെ, ഓപ്ഷൻ ഡി. 56 ഓപ്ഷൻ ഡി. 57 DPSP കുറിച്ചാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രിൻസിപ്പൽ സ്പെൽ ഔട്ട് ദ സോഷ്യോ എക്കണോമിക് ഡെമോക്രസി ഇൻ ദ കൺട്രി. കറക്റ്റ് ആണ്. DPSP ആണ് സോഷ്യോ എക്കണോമിക് ഡെമോക്രസി എൻഷുർ ചെയ്യുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പൊളിറ്റിക്കൽ ഡെമോക്രസി എൻഷുർ ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദീസ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് എൻഫോഴ്സിബിൾ ബൈ എനി കോർട്ട്. കറക്റ്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് എൻഫോഴ്സിബിൾ അല്ലെങ്കിൽ ജസ്റ്റിസൈബിൾ ആയിട്ട് വരുന്നത്. ജസ്റ്റിസൈബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. DPSP നോൺ എൻഫോഴ്സിബിൾ അല്ലെങ്കിൽ നോൺ ജസ്റ്റിസൈബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. ഇതുവരെയായിട്ട് നമുക്ക് അതിനെ ഒരു ജസ്റ്റിസബിൾ റൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. അത് ഗവൺമെന്റിന്റെ ഒരു പ്രൊവിഷൻ അനുസരിച്ചാണ് പോകുന്നത്. ഓപ്ഷൻ സി ബോത്ത് 1 and 2. 58 in the index of 8 core industries which of the following is given the highest weight? Coal, electricity, fertilizer production, steel production. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിസിറ്റിക്കാണ് ഏറ്റവും ഹയസ്റ്റ് വെയിറ്റ് പോകുന്നത്. റിവൈസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നേക്കുന്നത് റിഫൈനറി പ്രോഡക്ട്സിനാണ്. ഓക്കെ, റിഫൈനറി പ്രോഡക്ട്സ് കഴിഞ്ഞിട്ടേ ഇലക്ട്രിസിറ്റി വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്റ്റീലൊക്കെ കഴിഞ്ഞിട്ടേ കോള് വരത്തുള്ളൂ. അപ്പോൾ റിവൈസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് പഠിക്കുക. 58 ഓപ്ഷൻ ബി. 59 which of the following national parks is unique in being a swamp with floating vegetation that supports a rich biodiversity? ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വെജിറ്റേഷൻ എവിടെയാണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. ഫ്ലോട്ടിംഗ് വെജിറ്റേഷനെ ഫുംദീസ് എന്നാണ് പറയുന്നത്. ഈ നാഷണൽ പാർക്ക് എവിടെയാണുള്ളത്? ഓപ്ഷൻ ബി കേബിൾ ലംജാവോ, മണിപ്പൂരിലാണുള്ളത്. ഇവിടെയാണ് നമുക്ക് സാങ്കായ് ഡിയറിനെ കാണാൻ പറ്റുന്നത്. സാങ്കായ് ഡിയർ ഇൻ മണിപ്പൂർ. 59 ഓപ്ഷൻ ബി ഫുംദീസ്. ഫുംദീസിന്റെ ഒരു ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ലേക്സ് ആണ്. 60th ക്വസ്റ്റ്യൻ നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ ഇന്ത്യയെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. NIF is an autonomous body of Department of Science and Technology.
under central government. It is an initiative to strengthen the highly advanced scientific research in India's premier scientific institutions in collaboration with highly advanced foreign scientific institutions. അപ്പോൾ ഇതിൽ ആ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇതൊരു നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ ആണ്. നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ സയന്റിഫിക് ഡെവലപ്മെന്റ്സിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സയന്റിഫിക് ഡെവലപ്മെന്റ്സിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 കറക്റ്റ് ആണ്. അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ഇൻകറക്റ്റ് ആണ്. NIF-ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ്സ് ആണ്. ഓക്കെ, ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ്സ് ആണ് NIF-ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഇന്നോവേഷൻസ് ആണ് പ്രധാനമായിട്ടും NIF ശ്രമിക്കുന്നത്. ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ്സ് അതിന്റെ ഇന്നോവേഷൻസ് വഴി ആർട്ടിസാൻസ് അല്ലെങ്കിൽ ഫാർമേഴ്സ് അങ്ങനെയുള്ളവരുടെ ഹെൽപ്പിന് വേണ്ടിയാണ് NIF വരുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ കറക്റ്റ് ആണ്. 60 ഓപ്ഷൻ എ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഫാക്ച്വൽ ആണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടണമെന്നില്ല. നിങ്ങളുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ശരിയായിട്ട് തോന്നുന്നത് ആ ഇൻഡ്യൂഷൻ വെച്ചിട്ട് പോവുക. 60 ഓപ്ഷൻ എ. ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുന്നു. ക്വസ്റ്റ്യന്റെ PDF ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. താങ്ക് യു.